Hi guys, long time no see. എന്തായിരുന്നു ഐ ഹാഡ് വൈറൽ ഫീവർ. പോണ്ടിച്ചേരി പോയി കഴിഞ്ഞ് അടുത്ത വീക്ക് എനിക്ക് വൈറൽ ഫീവർ വന്നു. അപ്പം അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏതാ ഡേ എന്നറിയോ? ഇത് ഓഗസ്റ്റായി. ഓ മാൻ, ഞാൻ ജൂലൈയിൽ ലാസ്റ്റ് വ്ളോഗ് ചെയ്തത് പോണ്ടിച്ചേരി പോയതിൻ്റെയാണ്. പിന്നെ ഞാൻ വൈറൽ ഫീവറായി വീട്ടിലായിരുന്നു 1 വീക്ക് ഓൾമോസ്റ്റ്. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഇതിപ്പോൾ August 1. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 7 AM രാവിലെ ഞാൻ എണീറ്റിട്ടുള്ളൂ. ഇന്ന് എനിക്ക് ഓഫീസുണ്ട്. അപ്പം ഞാനെന്നാ ഓഫീസിൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കാര്യമായിട്ട് അവിടുന്ന് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഫീസിൽ വ്ളോഗ് ചെയ്തെല്ലാം ഓഫീസിൽ നിന്ന് പുറത്താക്കും. ആൻഡ് കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല ഇൻട്രസ്റ്റിങ്. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ അവിടെ എന്താ കാണിക്കാമെന്ന് എനിക്കറിയില്ല. യെസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ വായിക്കുന്ന എൻ്റെ ഒരു ഫേവററ്റ് ബുക്കാണ് 101 Essays That Will Change the Way You Think by Brianna Wiest. I don't know. ഈ ബുക്ക് ഭയങ്കര നൈസാണ്. ഞാനത് വായിക്കുന്നത് ഇതിലുണ്ടല്ലോ ഭയങ്കര അടിപൊളി. അപ്പം ഞാൻ അപ്ഡേറ്റ്, ഞാൻ ജിം ജോയിൻ ചെയ്തു. ഞാൻ ഇന്നലെ പോയിട്ട് ജിം ജോയിൻ ചെയ്തു. ഞാൻ 3 months പേയ്മെൻറ്റ് അങ്ങ് പേ ചെയ്തു. കാരണം അല്ലെങ്കിൽ ഞാൻ പോവാൻ ചാൻസ് ഇല്ല. അപ്പം ഞാൻ ജിം ജോയിൻ ചെയ്തു. ജിമ്മല്ല, ബോക്സിങ് പ്ലസ് വെയ്റ്റ് ട്രെയിനിങ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പോയിട്ട് അവർ കുറച്ച് വാമപ്പ് ചെയ്യിപ്പിച്ചു. അപ്പം തന്നെ ഞാനിങ്ങനെ അയ്യോ എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് വൈകുന്നേരം ജിമ്മിൽ പോകുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെന്താ, ഇപ്പോൾ 7 ആയിട്ടുള്ളൂ. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കും. പിന്നെ ഞാൻ റെഡി ആയിട്ട് വീഡിയോസ് എടുക്കും. ആൻഡ് ദെൻ ഞാൻ ഓഫീസിൽ പോവും. പിന്നെ വൈകുന്നേരം വരും വീഡിയോ, അല്ലെങ്കിൽ രാവിലെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് രാവിലെ ചെയ്യാം. ഇപ്പം ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, പക്ഷെ എനിക്ക് വേറൊരു വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി 6:15 ആയപ്പോൾ ഞാൻ എണീറ്റു. 6:15 ആയപ്പോൾ ഞാൻ എണീറ്റു. പക്ഷേ ഇല്ലേ, എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ ഭയങ്കര മടി. ഞാനുണ്ടല്ലോ മാക്സിമം ട്രൈ ചെയ്യും ഫോൺ നോക്കാണ്ടിരിക്കാൻ. പക്ഷെ ഇന്ന് കുറച്ച് നേരം ഫോൺ നോക്കി. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ബുക്ക് വായിക്കണം, റെഡി ആവണം, വീഡിയോ എടുക്കണം, ആൻഡ് ദെൻ ഓഫീസിൽ പോകണം. പിന്നെ ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം. ആ പാട്ട് എൻ്റെ മനസ്സിലെപ്പോഴും, മറ്റേ ജാൻവി കപൂറിൻ്റെ പുതിയ സോങ്. ഞാൻ അതിനൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഓഫീസിൽ പോകാൻ റെഡിയായി. ഞാൻ കുറച്ച് ഡ്രസ്സ് കഴിക്കുകയായിരുന്നു. അപ്പം അത് ഇനി ഞാൻ പോയി വിരിച്ചിട്ടിട്ട് ഞാൻ ഓഫീസിൽ പോകും. ഓഫീസിൽ പോകാൻ ഞാൻ ഇത്രേ റെഡി ആവാറുള്ളൂ എപ്പോഴും. ഫൺ വീട്ടിലെ അമ്മമാർ ഇതൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്കൊരു വിലയില്ല. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പം ഭയങ്കര അടിപൊളിയാണ്. ഞാനപ്പം ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. ഓക്കെ, ബൈ. ഹായ്, ഐ ആം ബാക്ക് ഫ്രം വർക്ക്. ഇപ്പോൾ ഈവനിങ് 6:30 എന്തോ ആറായി. ഞാനപ്പോൾ എൻ്റെ റീൽസ് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തു. ഞാൻ ഇന്നലെ പോയിട്ട് ബോക്സിങ് ആൻഡ് വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ അതിന് ഇനി പോകണം. അപ്പം ഞാനിപ്പം ഒരു പഴം കഴിച്ചിട്ട് ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ പോവും. നാളെ സാറ്റർഡേയാ. ഞാൻ നാളെ ഉടുപ്പി പോവാം. എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ സൺഡേ.
അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഞാൻ ഉണ്ടല്ലോ സർപ്രൈസ് ചെയ്താലെന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പോവാമെന്ന്. അപ്പം ഞാൻ നാളെ പോവാം. വിസം തീർത്ത് വേദനയാവും. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനുണ്ടല്ലോ ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം, അതാകുമ്പോൾ കുറച്ച് ലൈറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജിമ്മ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ജിമ്മ് ആക്ച്വലി സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര നൈസായിരുന്നു. ബോക്സിങ് പ്ലസ് വെയിറ്റ് ട്രെയിനിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ബോക്സിങ് ആയിരുന്നു, കോമഡി ആയിരുന്നു. എനിക്ക് എപ്പോഴും എന്താ പറയുക നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ വരുന്നത് ഇത് കടവന്ത്ര ഉള്ള മധുബൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ദിസ് ഈസ് മൈ ഡിന്നർ. ചപ്പാത്തി, ബിണ്ടി റോസ്റ്റ്, പിന്നെ ദഹി, പിന്നെ അനിയൻ. ഭയങ്കര നല്ല ടേസ്റ്റാണ്. യം യം യം. കഴിക്കട്ടെ. ചപ്പാത്തി and ദഹി. ഇപ്പോൾ ഇന്ന് ഏതാ ദിവസം? ഇന്ന് 3rd ഓഗസ്റ്റാണ്. ഇതെൻ്റെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ആക്ച്വലി ഉടുപ്പിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ എന്നെ ലാസ്റ്റ് കണ്ടത് ഫ്രൈഡേ ആയിരിക്കും. ഫ്രൈഡേ ഞാൻ ജിമ്മിലെല്ലാം പോയി വന്നിട്ട് പിന്നെ എൻ്റെ പ്ലാൻസ് എല്ലാം ഞാൻ ആക്ച്വലി സാറ്റർഡേ ഉടുപ്പിയിൽ പോയിട്ട് പിന്നെ സൺഡേ തിരിച്ചു വരാമെന്ന് വിചാരിച്ചത്. അമൃതേച്ചിന് സർപ്രൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് വീട്ടിലൊരു എമർജൻസി ഉണ്ടായിരുന്നു പോകേണ്ടത്. അപ്പം ഞാൻ അതിന് പോയി. യെസ്, അതിൽ പോയിട്ട് ഞാൻ വന്നു. അപ്പോൾ തിരിച്ചെത്തി. ആക്ച്വലി ഒരു ഹെൽത്ത് എമർജൻസി ആയിരുന്നു. അത്ര പ്രശ്നമില്ല, പക്ഷേ എനിക്കല്ലായിരുന്നു. അപ്പം ഞാൻ പോയി. എന്നിട്ട് ഇപ്പോൾ സൺഡേ രാത്രി ആയി. അപ്പം എൻ്റെ വ്ളോഗ് ഇതോടുകൂടി തീരും. ഈ വീക്ക്ലി വ്ളോഗ് ഈ കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല ഇതിൽ എന്താ ഉണ്ടായിരുന്നതെന്ന്. ഞാനൊരു ബ്രാൻഡായിട്ട് വർക്ക് ചെയ്തു. നമുക്ക് ചില എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര അടിപൊളി ബ്രാൻഡാന്നൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. ഞാനിപ്പം കുറേ ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം നോക്കിയിട്ടൊക്കെയാണ്. ഇത് ഞാൻ വർക്ക് ചെയ്തപ്പം എനിക്കറിയില്ല, അവരുടെ മെയിലുണ്ടായിരുന്നു ലൈക്ക് വോയിസ് ഓവർ ചെയ്യാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവരൊരു പുതിയ ഫീച്ചർ കാണിക്കുന്ന പോലത്തെയാണ്. ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യാമെന്നുള്ള പോലെ. പിന്നെ അവരെനിക്ക് ഓൾറെഡി ഞാനൊരു പിക്ചർ അയച്ച് അവർ തന്നെ എഡിറ്റ് ചെയ്ത് അയച്ചിട്ടൊന്നും ഇതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല വോയിസ് ഓവർ. അപ്പോൾ ഒന്നും ഇല്ല, ഇനി അത് ബ്രാൻഡ് ചെയ്തോ ഓക്കെ ആവില്ല. അങ്ങനെ എനിക്ക് ഒട്ടും ആ വീഡിയോ ഇഷ്ടമായില്ല. പക്ഷെ സ്റ്റിൽ അത് എനിക്ക് അപ്ലോഡ് ചെയ്തു ഞാൻ. കാരണം അത് നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തതല്ലേ. ചില സമയത്ത് നമ്മുടെ കയ്യിലൊരു പവറും ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്താ, ഇനി ഞാൻ ജസ്റ്റ് കുളിച്ച് പിന്നെ ഇത് കുറച്ച് എഡിറ്റ് ചെയ്യുമായിരിക്കും. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ എല്ലാം ഇടും. ഇൻസ്റ്റഗ്രാമിൽ ചില സമയത്ത് എല്ലാം നിങ്ങൾ കാണുമൊന്നുമില്ല. ലൈക്ക് ഈ വീക്കെൻഡ് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തില്ല. പക്ഷെ ഭയങ്കര ഒരു ഷിറ്റി വീക്കെൻഡായിരുന്നു. ലൈക്ക് ഞാനിങ്ങനെ ആലോചിക്കും, ഇൻസ്റ്റഗ്രാമിലെ ആൾക്കാർ എൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഹാപ്പി 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 തിങ്സ് മാത്രം. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരുടെ ലൈഫിലും ഷിറ്റ് ഹാപ്പൻസ്. അപ്പോൾ അതുകൊണ്ട് യെസ് അത്രേ ഉള്ളൂ. ഞാൻ ഈ വൈറ്റ് ഷർട്ട് ക്രോപ്പ് ഷർട്ടായത്
വൈറ്റ് ക്രോപ്പ് ഷർട്ട് ഞാൻ സുഡിയോന്ന് ഓഫറിന് മേടിച്ചത്. ഞാൻ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ സുഡിയോയിൽ ഉണ്ടായിരുന്നു. 300 rupees ആയിട്ടുള്ളൂ. ഞാൻ ഭയങ്കര ഇൻസെയിൻ ആട്ടോ ഈ സുഡിയോത്തെ ഓഫേഴ്സൊക്കെ. യെസ്, അപ്പോൾ ബൈ ബൈ. ഓക്കെ ബൈ.